അപ്പോൾ മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്രോസിംഗ് ഓവറും ലിങ്കേജും ആയിരുന്നു. ഇനി ലിങ്കേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരേ ക്രോമസോമിൽ അടുത്തടുത്ത് വരുന്ന ജീൻസ് ഒരുമിച്ച് അസോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിങ്കേജ് എന്ന് പറയുക. എന്നാൽ ക്രോസിംഗ് ഓവർ അതിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്ന സമയത്തൊക്കെ ആയിരിക്കും ക്രോസിംഗ് ഓവർ എന്നുള്ള പ്രോസസ്സ് നടക്കുക. ഇനി അതിൻ്റെ ഒരു സ്ട്രെങ്ത്തിൻ്റെ അല്ലെങ്കിൽ അതിനൊരു നമ്പർ, എത്ര നമ്പർ ഓഫ് ക്രോസിംഗ് ഓവറോ അല്ലെങ്കിൽ ലിങ്കേജ് നടക്കുന്നതിൻ്റെ ഒരു സ്ട്രെങ്ത്തിനെയാണ് ഇനി പറയാൻ പോകുന്നത്. ദ സ്ട്രെങ്ത് ഓഫ് ലിങ്കേജ് ബിറ്റ്വീൻ ടു ജീൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ രണ്ട് ജീനുകൾ തമ്മിലുള്ള ലിങ്കേജിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുന്ന സമയത്ത് മറ്റേത് കുറയുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, 10th പഠിച്ചിട്ടുണ്ട്, ബോയ്സ് ലോ, ചാൾസ് ലോ. അതിൽ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുന്ന സമയത്ത് നമ്മുടെ വോളിയം കുറയും എന്നുള്ളത്. അപ്പോൾ ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുന്ന സമയത്ത് ഒന്ന് കുറയും. അപ്പോൾ ഈ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുന്ന സമയത്ത് ഒന്ന് കൂടും, അതായത് പ്രഷർ കൂടുന്ന സമയത്ത് വോളിയവും കൂടും എന്നുള്ളതാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. ഈ കേസിൽ രണ്ട് ജീൻസ് തമ്മിലുള്ള ലിങ്കേജ് എപ്പോഴാണ് കൂടുക? അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുമ്പോൾ. അവിടെ ലിങ്കേജ് കൂടും എന്നാണ് ഈ കണക്ക് പറയുന്നത്, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് പറയുന്നത്. അതുപോലെ ക്രോസിംഗ് ഓവറിൻ്റെ കേസ് ആകുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ്. ഇനി ക്രോസിംഗ് ഓവർ ആകുമ്പോൾ ലിങ്കേജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണ്ടാവും, സ്റ്റാറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നൊക്കെ നമ്മൾ പറയും നമ്പർ ഓഫ് സാമ്പിൾസ്, എത്ര നമ്പർ ഉണ്ട് എന്നുള്ളതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഫ്രീക്വൻസി എന്നൊക്കെ പറയാം. അപ്പോൾ എത്ര നമ്പർ ഓഫ് ക്രോസിംഗ് ഓവർ നടക്കും എന്നുള്ളത് അവർ തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ട് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോഴാണ്. അപ്പോഴാണല്ലോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. രണ്ട് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോൾ അതുപോലെ നമ്പർ ഓഫ് ക്രോസിംഗ് ഓവറും കൂടും എന്നാണ് ഈ കോൺസെപ്റ്റ് പറയുന്നത്. ദ ഫ്രീക്വൻസി ഓഫ് ക്രോസിംഗ് ഓവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ്. ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്ന സമയത്താണ് നമ്മുടെ ക്രോസിംഗ് ഓവറും അതിൻ്റെ നമ്പറും കൂടുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ബോത്ത് ലിങ്കേജ് ആൻഡ് ക്രോസിംഗ് ഓവർ ഹാവ് ദെയർ ഓൺ അഡ്വാൻറ്റേജസ്. ഈ നമ്മുടെ ബോഡിയിൽ ലിങ്കേജും നടക്കുന്നുണ്ട്, ക്രോസിംഗ് ഓവറും നടക്കുന്നുണ്ട്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ലിങ്കേജിൻ്റെ കേസിൽ ലിങ്കേജ് എൻഷ്യൂർസ് ടു കീപ് ജീൻസ് ഇൻ എ ക്രോമസോം ടു ഇൻഹെറിറ്റ് ടുഗദർ. അതായത് ലിങ്കേജിൻ്റെ കേസിൽ ഒരുമിച്ചാണല്ലോ ഇൻഹെറിറ്റ് ചെയ്യുക. സോ അത് ഉറപ്പാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ ക്രോമസോമിലുള്ള ജീൻസും ഒരുമിച്ച് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നുണ്ട് നമ്മുടെ ലിങ്കേജ് എന്ന് പറയുന്ന പ്രോസസ്സ്. ദെൻ ക്രോസിംഗ് ഓവർ എന്താ ചെയ്യുന്നത്? ക്രോസിംഗ് ഓവർ ഫെസിലിറ്റേറ്റ്സ് ദ സെപ്പറേഷൻ ഓഫ് ജീൻസ് പ്രസൻറ്റ് ഇൻ ക്രോമസോം ആൻഡ് സെഗ്രിഗേറ്റ് ഇൻ ഡിഫറെൻറ്റ് ഗമീറ്റ്സ്. എന്നാൽ ക്രോസിംഗ് ഓവറിൽ ചെയ്യുന്ന എന്താ? ഒന്നുകൂടെ സെപ്പറേഷൻ ഓഫ് ജീൻസ് പ്രസൻറ്റ് ഇൻ ക്രോമസോം ആൻഡ് സെഗ്രിഗേറ്റ് ഡിഫറെൻറ്റ് ഗമീറ്റ്സ്. അതായത് ക്രോസിംഗ് ഓവർ പറയുമ്പോൾ കുറച്ചും കൂടി സെപ്പറേഷൻ നടക്കുന്നുണ്ട്, ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റാൻഡംലി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഗമീറ്റ്സ് ഉണ്ടാവുന്ന സമയത്ത് ഒരു സെപ്പറേറ്റ് ഗമീറ്റ്സിനെയാണ് കൊടുക്കുന്നത്. ക്രോസിംഗ് ഓവർ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ദ സെപ്പറേഷൻ ഓഫ് ജീൻസ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ക്രോമസോമിൽ ഉണ്ടായിട്ടുള്ള ജീൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പ്രസൻറ്റ് ഇൻ ക്രോമസോം, ആൻഡ് സെഗ്രിഗേറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അതൊരു ഗമീറ്റ്സിൽ വരുമ്പോഴത്തേക്കും അത് ഡിഫറെൻ്റ് ആയിട്ട് അതിനെ സെഗ്രിഗേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബോത്ത് ദീസ് പ്രോസസ് ആർ നെസസറി ഫോർ സ്പീഷീസ്. ഈ രണ്ട് പ്രോസസ്സും ലിങ്കേജും ക്രോസിംഗ് ഓവറും നമ്മുടെ സ്പീഷ്യസിന്, നമ്മുടെ ഓരോ ഓർഗാനിസത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, നെസസറിയാണ്. സോ ലിങ്കേജ് എൻഷ്യൂർസ് ടു ലിമിറ്റ് ദ വേരിയബിലിറ്റി എമംഗ് ദി ഇൻഡിവിജ്വൽസ് ഓഫ് സ്പീഷീസ്. നമ്മുടെ ലിങ്കേജ് എന്താണ് ഉറപ്പാക്കുന്നത്, അല്ലെങ്കിൽ ലിങ്കേജ് നടക്കുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലിങ്കേജ് എൻഷ്യൂർസ് ടു ലിമിറ്റ് ദ വേരിയബിലിറ്റി. നമ്മളുടെ ഓർഗാനിസം തമ്മിൽ, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്പീഷ്യസ് തമ്മിലുള്ള വേരിയബിലിറ്റി കുറക്കാൻ നമ്മളുടെ ലിങ്കേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള വൈവിധ്യങ്ങൾ കുറക്കാൻ നമ്മളുടെ ലിങ്കേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിഫറൻസസ് കുറക്കാൻ, വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറൻസസ് കുറക്കാൻ നമ്മളുടെ ലിങ്കേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഇൻസ്റ്റഡ് ക്രോസിംഗ് ഓവർ എന്താ ചെയ്യുന്നത്? ഹെൽപ്സ് ടു ഇൻട്രൊഡ്യൂസ് ഡിസൈറബിൾ വേരിയബിലിറ്റി ആൻഡ് മേ ലീഡ് ടു ഇവല്യൂഷൻ. നമ്മളുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ക്രോസിംഗ് ഓവർ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീൻസൊക്കെ ഉണ്ടാക്കുന്നത്. സോ ഡിസൈറബിൾ ആയിട്ടുള്ള വേരിയബിലിറ്റി അല്ലെങ്കിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ ക്രോസിംഗ് ഓവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതൊരു എവല്യൂഷൻ എപ്പോഴാണ് ഉണ്ടാവുക? സെയിം ഇൻഡിവിജ്വൽ സ്പീഷീസിൽ നിന്നും കുറച്ചൊക്കെ വൈവിധ്യങ്ങൾ വന്നാണ് ഓരോ ഓർഗാനിസവും അല്ലെങ്കിൽ ഓരോ സ്പീഷീസും എവല്യൂഷൻ നടക്കുന്നത് അല്ലെങ്കിൽ എവല്യൂട്ട് ചെയ്യുന്നത്. സോ ആ ഒരു പ്രോസസ്സ് നടക്കാൻ നമ്മുടെ ക്രോസിംഗ് ഓവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് അല്ല, രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. അപ്പോൾ അതെന്താ ക്രോസിംഗ് ഓവറിൻ്റെയും ലിങ്കേജിൻ്റെയും ആ ഒരു അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് മനസ്സിലാക്കുക. ഇനി മെക്കാനിസം ഓഫ് ക്രോസിംഗ് ഓവർ ഞാൻ പറഞ്ഞു, നേരത്തെ ഒന്നും കൂടെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയും എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഈ ക്രോസിംഗ് ഓവർ എന്തായിരുന്നു? രണ്ട് ക്രോമസോമിൻ്റെ ജീൻസ് ഒന്നെങ്കിൽ ഡിഫറെൻറ്റ് ക്രോമസോമിലാവുമ്പോഴോ അല്ലെങ്കിൽ ഒരേ സെയിം ക്രോമസോമിലുള്ള ജീൻസ് കുറച്ച് ഡിസ്റ്റൻസിലാവുന്ന സമയത്താണ് ഈ ക്രോസിംഗ് ഓവർ നടക്കുക. അപ്പോൾ ഈ ക്രോസിംഗ് ഓവർ ടേക്ക് പ്ലേസ് എപ്പോഴാണ് ഒരു ക്രോസിംഗ് ഓവർ നടക്കൽ? നമ്മൾ പറഞ്ഞു മിയോസിസ് സ്റ്റേജിലാണ്. മിയോസിസ് സ്റ്റേജിൻ്റെ പ്രോഫേസ് സ്റ്റേജ് ഓഫ് മിയോസിസ് 1 പ്രോഫേസ് സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന മെക്കാനിസം നടക്കുക. ദ പ്രോസസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 സ്റ്റെപ്സ്. നമ്മുടെ ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് 3 സ്റ്റെപ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിനാപ്സിസ്. The homologous chromosome pair lengthwise due to force of mutual attraction. മനസ്സിലാക്കുക, ഹോമോലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ക്രോമസോം. അപ്പോൾ അടുത്തല്ലെങ്കിലും ഒരു മ്യൂച്വൽ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഫോഴ്സ്, പരസ്പരം ആകർഷിക്കുന്ന ഒരു ഫോഴ്സ് അതിന് ലെങ്ത് വൈസ് ഒരേപോലെ ആയിട്ട് പെയർ ചെയ്യും. അതാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. കണ്ടോ, ഹോമോലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്രോമസോം എവിടെയായിരിക്കും? രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും. പക്ഷേ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ വഴി ഇവർ ലെങ്ത് വൈസ് ഒരുപോലെ, കണ്ടോ, രണ്ടും ലെങ്ത്തിൽ ഒരുപോലെ ആയിട്ട് അട്രാക്റ്റ് ചെയ്തിട്ട് നിൽക്കും. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ, നമ്മൾ സിനാപ്സിസ് സ്റ്റേജിൽ നടക്കുന്നത്. ദിസ് പ്രോസസ് ഓഫ് പെയറിങ് ഈസ് കാൾഡ് സിനാപ്സിസ്. രണ്ടും ഡിഫറെൻറ്റ് ഭാഗത്തു നിന്നിരുന്ന ക്രോമസോമിനെ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ, ഒരു ഫോഴ്സ് വഴി വലിച്ചിട്ട് അവർ ഒരുപോലെ ലെങ്ത് വൈസ് ഒരുപോലെ നിന്നിട്ട് പെയർ ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സിനാപ്സിസ് എന്ന് പറയുക. ദ പെയർഡ് ഹോമോലോഗസ് ക്രോമസോംസ് ആർ കാൾഡ് ബൈവാലൻസ്. ഇങ്ങനെ പെയർ ചെയ്ത ഈ ക്രോമസോമിനെ ഈ ക്രോമസോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈവാലൻസ്. ബൈ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് നിൽക്കുന്ന, പെയർഡായിട്ട് നിൽക്കുന്നതിനാണ് നമ്മൾ ബൈവാലൻസ് എന്ന് പറയുക കേട്ടോ. ഡ്യൂറിങ് സിനാപ്സിസ് എ മോളിക്കുലർ സ്കഫോൾഡ് കാൾഡ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് അലൈൻസ് എ DNA മോളിക്യൂൾ ഓഫ് 2 homologous chromosomes സൈഡ് ബൈ സൈഡ്. അതായത് ഇതിൽ കാണുന്നില്ല, പക്ഷെ മനസ്സിലാക്കുക, അതിൻ്റെ ഉള്ളിലുള്ള DNA പൊതിഞ്ഞിട്ടിട്ട് സൈഡ് ബൈ സൈഡ് പൊതിഞ്ഞിട്ട് ഒരു സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞ് ഒരു മോളിക്കുലർ സ്കഫോൾഡിങ് വന്നിട്ട് സൈഡ് ബൈ സൈഡ് ആയിട്ട് അതിന് പൊതിഞ്ഞ് നിൽക്കും. ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു മോളിക്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു സബ്സ്റ്റൻസ് പോലെയുള്ള സാധനമാണ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ സ്റ്റേജാണ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്രോമസോം. മീൻസ് പേര് പറയുന്ന പോലെ തന്നെ രണ്ട് ക്രോമസോമും എന്താവുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. Synapsis is followed by the duplication of chromosome, which changes the bivalent nature of chromosome to 4-stranded stage or tetravalent. 4-stranded stage of chromatid occurs due to splitting of homologous chromosome into sister chromatids attached with unsplitted centromeres. ഇതിൽ നോക്കൂ, ഈ ഒരു സാധനം തന്നെയാണ് കേട്ടോ. ഇതിന് മുന്നിലുള്ള സ്റ്റേജാണ് കുറച്ചും സിനാപ്സിസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അതായത് ഇങ്ങനെ വന്ന് നിൽക്കും, അതിൽ ഈ ഒരു റെഡും ഈ ഒരു ബ്ലൂവും മാത്രമേ ഉണ്ടാവുള്ളൂ. ആഫ്റ്റർ സിനാപ്സിസ് ആണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഡ്യൂപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് 4 ആവുന്നത്. ഈ 2 അതായത് ഒരു സ്ട്രാൻഡഡ് പാരൻറ്റും ഒരു സ്ട്രാൻഡഡ് ബ്ലൂ, ഇത് ഫാദറും ഇത് മദറും ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു സ്റ്റാൻഡേർഡ് മാത്രമേ സിനാപ്സിസിൻ്റെ സമയത്ത് ഉണ്ടാവുള്ളൂ. അതിന് ആഫ്റ്റർ ഡ്യൂപ്ലിക്കേഷൻ്റെ സമയത്താണ് ഇങ്ങനൊരു സ്ട്രക്ചറായിട്ട് മാറുക. ബൈവാലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഈ ബൈവാലൻ്റ് നമുക്ക്
നേരത്തെ പറഞ്ഞല്ലോ പെയർഡായിട്ട് ഒരു സ്റ്റാൻഡേർഡാണ് കേട്ടോ. ആഫ്റ്റർ ഡ്യൂപ്ലിക്കേഷനാണ് ഈ 4 സ്റ്റാൻഡ് ആവുന്നത്. ഇതാ നടുവിൽ ഒരു സെൻട്രോമിയറും വന്നിട്ട് നിൽക്കും. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? ടെട്രാ വാലൻ്റ് ആയിട്ട്, അതായത് ആഫ്റ്റർ ഡ്യൂപ്ലിക്കേഷൻ ബൈവാലൻ്റ് എന്നുള്ള ടെട്രാ വാലൻ്റ് ആയിട്ട് മാറും. ഓക്കെ. ദെൻ മൂന്നാമത്തെ സ്റ്റേജാണ് ക്രോസിംഗ് ഓവർ. ഈ സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അവിടെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓഫ് ഹോമോലോഗസ് പെയർ ട്വിസ്റ്റ് ഓവർ ഈച്ച് അതർ ഡ്യൂ ടു ആക്ഷൻ ഓഫ് എൻസൈം എൻഡോന്യൂക്ലിയസ്. ഈ സാധനം മനസ്സിലായോ? ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. എൻഡോന്യൂക്ലിയസ് എന്ന എൻസൈം വന്നിട്ട് ഇവരെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറഞ്ഞാൽ, സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, ഇതാണ് ഇപ്പോൾ ഈ ബ്ലൂവിൻ്റെ ഈ ബ്ലൂ തന്നെയാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്. റെഡിൻ്റെ ഈ 2 സാധനമാണ് സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്. എന്നാൽ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് പറഞ്ഞാൽ ബ്ലൂവും ഇതിലത്തെ ഒരു ബ്ലൂവും ഇതിലത്തെ റെഡും ഇതിലെ ബ്ലൂവും ഒന്നും ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ 2 ബ്രാഞ്ചിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് എന്ന് വിളിക്കും. അതുപോലെ നോൺ സിസ്റ്റർ ക്രോമാറ്റിഡ് തമ്മിൽ ഓവർലാപ്പിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അത് ആക്ഷൻ വെച്ചിട്ട് എൻസൈം എൻഡോന്യൂക്ലിയസ്. ദ ക്രോമാറ്റിഡ്സ് ഗെറ്റ് കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ അറ്റ് പോയിന്റ്സ് നോൺ ആസ് കയസ്മേറ്റ. അങ്ങനെ അവർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ ഇവിടെ കണ്ടു, ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ കയാസ്മ അല്ലെങ്കിൽ കയാസ്മേറ്റ എന്ന് പറയുന്നത്. ദ കയാസ്മേറ്റ മൂവ്സ് ടുവാർഡ്സ് എൻഡ് ഓഫ് ബൈവാലൻറ്റ് ബൈ എ പ്രോസസ് കാൾഡ് ടെർമിനലൈസേഷൻ. ഈ കയാസ്മേറ്റ എങ്ങനെ എവിടേക്ക് കണ്ടോ, ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോഴത്തേനും ഈ കയാസ്മ എന്ന് പറയുന്ന സാധനം നമ്മൾ ടെർമിനൽ എൻഡിലേക്ക് നീങ്ങിയിട്ട് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ ക്രോമാറ്റിഡ് ആയിട്ട് മാറും. അപ്പോൾ ദസ് ട്വിസ്റ്റിംഗ് ക്രോമാറ്റിഡ് ആർ സെപ്പറേറ്റ് സോ ദാറ്റ് ദ ഹോമോലോഗസ് ക്രോമസോം കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ്. ഈ കയാസ്മേറ്റ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ, കയാസ്മേറ്റ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ എൻഡിലേക്ക് നീങ്ങിയിട്ട് രണ്ടും സെപ്പറേറ്റ്, ഈ രീതിയിൽ കാണുന്ന സെപ്പറേറ്റ് ക്രോമസോമായിട്ട് മാറും. ഓക്കെ. അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് four types of gametes are formed. 2 will be of parent types and 2 will contain chromosome with a recombination of genes formed during crossing over. നമ്മളുടെ ക്രോസിംഗ് ഓവർ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഫ്രാഗ്മെൻ്റ് ആയിട്ട്, റാൻഡംലി ഫ്രാഗ്മെൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ക്രോസിംഗ് ഓവർ പറഞ്ഞു. ഇപ്പോൾ ഈ സ്റ്റേജിൽ കയാസ്മ എന്ന് പറയുന്ന ഈ സ്റ്റേജിൽ എന്താവും, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്രോമസോം ആണ് ഇവിടെ നടക്കുന്നത്. അതിന് ശേഷം കയാസ്മ എന്ന് പറയുന്ന ഈ സ്റ്റേജിൽ നമ്മളുടെ കയാസ്മേറ്റ് ഉണ്ടായി, അവർ ഒരു സെൻട്രോമിയർ വെച്ചിട്ട് ജോയിൻ ചെയ്തു. അതിന് ശേഷം ഈ സെൻട്രോമിയർ രണ്ടും എൻഡിലേക്ക് പോയി 2 സെപ്പറേറ്റ് ക്രോമാറ്റിഡ് ആയിട്ട് തന്നെ മാറി. ഈ സ്റ്റേജിൽ ആ സ്റ്റേജിൽ ആഫ്റ്റർ മിയോസിസ് ഉണ്ടായിരിക്കുന്ന 4 ഗമീറ്റ്സ് അല്ലെങ്കിൽ 4 ക്രോമസോം എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടായിട്ടുള്ള ഹോമോലോഗസ്, ഈ റെഡ് കളറിൽ കാണുന്ന ഹോമോലോഗസ് ക്രോമസോമും, അതുപോലത്തെ ഇത് ഇപ്പോൾ ഒരു ഫാദറിൻ്റെ ആണെന്ന് കണക്ക് കൂട്ടിയാൽ ഈ ബ്ലൂവിൽ കണ്ടോ, ഈ എൻഡിൽ കാണുന്ന കംപ്ലീറ്റ് ബ്ലൂ എന്ന് പറയുന്ന മദറിൽ നിന്നും. ഇതാണ് നമ്മൾ ഓൾറെഡി നമ്മളുടെ ഫസ്റ്റ് ടൈം മിയോസിസിൻ്റെ ബിഗിനിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് ശേഷം ക്രോസിംഗ് ഓവർ നടന്നതിന് ശേഷം അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ്റെ സമയത്ത് പിന്നെ എങ്ങനെ 2 സിസ്റ്റർ അല്ലെങ്കിൽ അവരുടെ ഗമീറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? 2 മിക്സ്ഡ് ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഗമീറ്റ്സ് ആണ് ഉണ്ടായത്. അതായത് ക്രോസിംഗ് ഓവർ വഴിയാണ് ഈ എക്സ്ചേഞ്ച് വന്നത്. ഒന്ന് ഇപ്പോൾ റെഡിൽ തന്നെ ഒരു ബ്ലൂ സാധനം വന്നു, ബ്ലൂവിൽ തന്നെ ഒരു റെഡും വന്നു. അതാണ് അറ്റ് ദ എൻഡ് ഓഫ് മിയോസിസ് 4 types of gametes are formed. 2 will be of parent types and 2 will contain chromosome with a recombination of genes formed during crossing over. ഈ 2 മിഡിലിൽ നിൽക്കുന്ന റീകോമ്പിനൻറ്റ് ക്രോമാറ്റിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോസിംഗ് ഓവർ വഴി ഉണ്ടായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോമാറ്റിഡാണ് ഈ മിഡിലിൽ കാണുന്നത്. ഇനി നോൺ റീകോമ്പിനൻറ്റ് ക്രോമാറ്റിഡാണ് ഈ 2 പാരൻറ്റിൻ്റെ
ക്രൊമാറ്റിഡ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് റീകോമ്പിനൻ്റ് ആയിട്ടുള്ള ക്രൊമാറ്റിഡാണ്. മിഡിലുള്ളത് 1ഉം 2ഉം ബ്ലൂയിലും റെഡിലും കാണുന്നത് നോൺ റീകോമ്പിനൻ്റ് ക്രൊമാറ്റിഡ് ആണെന്ന് പറയാം. ഈ റീകോമ്പിനൻ്റ് ക്രൊമാറ്റിഡ് ഉണ്ടാവുന്നത് ഈ ക്രോസിംഗ് ഓവർ എന്ന പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂടിയാൽ പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ താങ്ക് യു ഓൾ.